ഹായ് കീം ആസ്പിരൻസ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ പ്രധാനപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള നിങ്ങൾ കീമിന് എന്തായാലും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിറ്റർമിനൻസ്, അതായത് +2 4th ചാപ്റ്റർ ഡിറ്റർമിനൻസ്. അപ്പോൾ ഡിറ്റർമിനൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാ ബോർഡ് ലെവലിന് പഠിച്ചതിനേക്കാൾ ഉപരി കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു ചോദ്യം വെച്ചുകൊണ്ട് തന്നെ പറയാം. ഇത് നോക്ക്, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളോട് ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ റോയും കോളും ഒക്കെ കട്ട് ചെയ്ത് ഓരോ എലമെന്റും സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് റോയിലത്തെ അത് എടുത്തിട്ടൊക്കെയാണ് ഡിറ്റർമിനന്റ് കാണുക. പക്ഷെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഒരുവിധം ചോദ്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഏത് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സും ലോവർ ട്രയാങ്കുലാർ മെട്രിക്സും. ഇതൊരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ മെട്രിക്സിലെ മെയിൻ ഡയഗണൽ എന്ന് നമ്മൾ പറയുക ഇതിനെ തന്നെയാണ്. ഈ ഡയഗണൽ എലമെന്റ്സ് കണ്ടോ, ഇതിന് മുകളിലുള്ളതൊക്കെ 0 ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. അതായത് താഴത്തെ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ മെയിൻ ഡയഗണലിന്റെ മുകളിലുള്ള എലമെന്റ് ഒക്കെ 0 ആണെങ്കിൽ അത് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പൊ ഞാൻ വേറെ ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ നോക്കെ, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഡിറ്റർമിനന്റ് നമ്മൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മൾ എഴുതുന്നത് ABCDEF എന്ന് പറഞ്ഞ ഇത് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. ഇതാണ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഇനി അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന്റെ താഴെ വരുന്നത്, ശ്രദ്ധിക്കണം, മെയിൻ ഡയഗണലിന്റെ താഴെ വരുന്ന ആൾക്കാർ, അതായത് ഇവിടെ ABC ഒക്കെ ഉണ്ട്, ഇവിടെ D കൊടുത്തു, ഇവിടെ E കൊടുത്തു, ഇവിടെ F കൊടുത്തു. മെയിൻ ഡയഗണൽ ഇതല്ലേ, ഇതിന്റെ താഴെ വരുന്ന ആൾക്കാർ 0 ആയിരിക്കും. ബാക്കിയുള്ളത് നോൺ 0 ആയിട്ട് വരുന്ന എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന്റെ താഴെ വരുന്നത് സീറോസ്, ഫുള്ള് 0. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന്റെ മുകളിൽ വരുന്നതൊക്കെ 0. ഇനി എന്താണെന്നറിയോ ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം? ഡിറ്റർമിനന്റ് ഓഫ് അപ്പർ ഓർ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. അതായത് ഒരു അപ്പർ ട്രയാങ്കുലാറോ ലോവർ ട്രയാങ്കുലാറോ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സോ എടുത്താൽ അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണണമെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പൊ ഈ മെട്രിക്സിന്റെ ആക്ച്വലി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ വരിക 0 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ 0 കിട്ടുക നിങ്ങൾക്ക് എപ്പോഴാണെന്നറിയോ? ഈ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × x+2 × x+3 ആണ്. അതായത് x+2 × x+3 = 0. എന്ത് സിമ്പിളാണ് നോക്ക് നിങ്ങൾ. ഈ എക്സ്പ്രഷൻ 0 ആകണമെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ എന്തൊക്കെ ആയിരിക്കും? എക്സ് എന്താകുന്ന ക്വസ്റ്റ്യൻ, ഇവിടെ എക്സിന് പകരം -2 ആയാൽ ഇത് 0 ആകും, എക്സിന് പകരം -3 ആയാലും ഇത് 0 ആകും. അപ്പൊ നിങ്ങളുടെ ആൻസർ വരിക -2 -3 എന്നുള്ളതാണ് എക്സിന്റെ വാല്യൂസ്. ഈസി അല്ലേ? അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണിത്. ഐഡിയ മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. അത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കഷ്ടപ്പെട്ട് പോയി കാണുകയൊന്നും വേണ്ട. ക്ലിയർ? ആൻഡ് അടുത്ത ചോദ്യം നോക്ക്. ABB a 3/3 matrix and let B = 3A, determinant A = 5, then the value of determinant of adjoint B. ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി അല്ലേ ചോദ്യം. നിങ്ങൾ പഠിച്ച ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ അഡ്ജോയിന്റ് ചോദിച്ചാൽ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് A⁻n−1 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് = ഡിറ്റർമിനന്റ് A⁻n−1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി തന്നിട്ടില്ലേ, ബൈ ഡിറ്റർമിനന്റ് 3A തന്നിട്ടില്ലേ. ഈ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ പവറിൽ n-1 വന്നാൽ മതി. അപ്പൊ ബൈ 3A. എടാ ഈ n എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ, നമുക്ക് ഓർഡർ ഓഫ് എനെയാണ് നമ്മൾ n എന്ന് പറയുക. ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെട്രിക്സ് എന്തായാലും 3/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡിറ്റർമിനന്റ് കാണാൻ പോകും. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എയുടെ ഓർഡർ എന്താ? എയുടെ ഓർഡർ 3 n = 3, b = 3a. അപ്പൊ ബിയുടെ ഓർഡർ എന്തായാലും 3 തന്നെ ആയിരിക്കും, കാരണം ഒരു കോൺസ്റ്റന്റോടെ എന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പൊ എയുടെയും ബിയുടെയും ഓർഡർ 3 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഈ ബിക്ക് പകരം 3a കൊടുക്ക്. അപ്പൊ ഡിറ്റർമിനന്റ് 3a റേസ് ടു n പകരം 3 കൊടുക്ക്, 3 - 1 ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ 3a അല്ലേ. അപ്പൊ നമ്മളിതാ ഈ n പകരം വേണ്ട, ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ അധികം എഴുതാം. ഡിറ്റർമിനന്റ് b റേസ് ടു 3 - 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് 3a. ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 3യുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് പവറിൽ 2 വന്നു. താഴെ ഒരു ഡിറ്റർമിനന്റ് 3a ഉണ്ട്. ബുദ്ധിമുട്ടില്ല. മുകളിൽ ഡിറ്റർമിനന്റ് 3യുടെ സ്ക്വയർ, താഴെ ഡിറ്റർമിനന്റ് 3a. ഒന്ന് ഇവിടുന്നു മുകളിൽ നിന്നൊന്നും ക്യാൻസൽ ചെയ്താൽ ഡിറ്റർമിനന്റ് 3a എന്ന് കിട്ടും. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കോ. ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു മെട്രിക്സ് എന്ന് വന്നാൽ ആ കോൺസ്റ്റന്റിന്റെ പവറിൽ നിങ്ങൾക്ക് n കൊടുത്തിട്ട് ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. അടുത്തത് ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് പ്രോപ്പർട്ടീസ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടുത്തെ ചോദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക? ഇവിടെ n എന്താ? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കാര്യം. ഈ n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ. റെഡിയാണേ? അപ്പൊ ഡിറ്റർമിനന്റ് 3 എന്ന് പറഞ്ഞാൽ 3 റൈസ് ടു n ഡിറ്റർമിനന്റ് എ. ഇവിടുത്തെ എയുടെ ഓർഡർ എന്താ? 3. അപ്പൊ 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ് ആൻസർ വരിക. ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5. 3³ എന്ന് പറഞ്ഞാൽ 27. അപ്പൊ നിങ്ങളുടെ ആൻസർ 27 × 5 ആൻസർ വിൽ ബി 35. അപ്പൊ 135 ആൻസർ വരുന്നത്. നോക്ക് നിങ്ങൾ, വളരെ ഈസിയാണ്. അല്ലാതെ നമുക്കിത് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക്കാ. ഇവിടെ ആകെ ഡിറ്റർമിനന്റെയും b = 3 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തണം? നിങ്ങൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യണം. ഡിറ്റർമിനൻസിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ഒരുപാട് ടിപ്സും ട്രിക്സുകളും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആൻസറും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. മെട്രിക്സ് മെത്തേഡ് അറിയാലോ, അറിയാത്ത പ്രശ്നമില്ലല്ലോ. ആൻഡ് ഒരു മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹാസ് നോ യൂണീക് സൊല്യൂഷൻ. ഇതിന് യുണീക് സൊല്യൂഷൻ ഇല്ല എങ്കിൽ ഇവിടുത്തെ നിങ്ങൾ മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് ബൈ മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ax = b എന്ന് പറഞ്ഞ എഴുതുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്ന സാഹചര്യം സിസ്റ്റം കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യും. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആയിരിക്കും. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നോൺ 0 ആയിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാതിരിക്കുന്നത് അത് ഇൻകൺസിസ്റ്റന്റ് ആകുന്ന സമയത്താണ്. അപ്പൊ അതാ നോക്കിക്കോ, ഡിറ്റർമിനന്റ് എ = 0 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്നാ നമ്മൾ പറയാം. ഇൻകൺസിസ്റ്റന്റ്. റെഡി? ആൻഡ് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നോൺ 0 ആണെങ്കിൽ നമ്മൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയുക. കൺസിസ്റ്റന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ രണ്ട് കേസ് നമ്മൾ പറയും. സിസ്റ്റത്തിന് നോ യുണീക് സൊല്യൂഷൻ, അതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാവില്ല. യുണീക് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നോൺ 0 ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ യുണീക് സൊല്യൂഷൻ ഉണ്ടാകാത്ത കേസ് എപ്പോഴാണ്? യുണീക് സൊല്യൂഷൻ ഉണ്ടാകാത്ത കേസ് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 വരുമ്പോഴാണ്. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 വരുന്ന സമയത്ത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. യുണീക് സൊല്യൂഷൻ ഉണ്ടാകില്ല എന്നേ ഉള്ളൂ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാകാറുണ്ട്. ആ കേസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പിലൊക്കെ ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട ആൾക്കാർക്ക് അറിയാം. ആൻഡ് നോക്കിക്കോ, അപ്പോൾ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായാലും നോൺ 0 ആയിരിക്കണം. ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഹാസ് നോ യുണീക് സൊല്യൂഷൻ എന്നാ. യുണീക് സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എം എന്ത്? അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടുന്ന് എ ഉണ്ടാക്കിയെടുക്കണം. എ എന്ന് പറയുന്നത് മെട്രിക്സ് മെത്തേഡ് വെച്ച് നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? എക്സ് വൈ സെഡിന്റെ കോയിഫിഷ്യന്റ് 1 1 1. ആൻഡ് ഇവിടെ 2 3 മൈനസ് എം എന്നാ വരിക. 2 3 മൈനസ് എം. ഇവിടെ 3 5 3. അതായത് നിങ്ങൾ ഇവിടുത്തെ എക്സ് വൈ സെഡിന്റെ കോയിഫിഷ്യൻസ് ഇവിടെ 3 5 3 ആണ്. അപ്പൊ അത് നമ്മൾ ആ ഒരു ഓർഡറിൽ അങ്ങ് എഴുതി. അപ്പൊ ഈ വാല്യൂ, ഇത് മെട്രിക്സ് ആണ്,
ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആകുന്ന സമയത്ത് എം എന്താകും നോക്കിയാൽ മതി. സിമ്പിൾ. വേഗം നിങ്ങൾ എന്ത് ചെയ്തു, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഡിറ്റർമിനന്റ് 0 ആണ്, അങ്ങനെയാണ് എം എന്താണെന്ന് കണ്ടെത്തേണ്ടത്. 1 ഇൻറ്റു ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടല്ലോ. 1 ഇൻറ്റു റോ കട്ട് കോളം കട്ട് 3 ഇൻറ്റു 3 9 എന്ന് വരും. മൈനസ് 5 ഇൻറ്റു മൈനസ് 5 എം എന്നല്ലേ. 5 ഇൻറ്റു മൈനസ് എം മൈനസ് 5 എം എന്ന് വരും. രണ്ടാമത്തതിൽ മൈനസ് 1 ഇൻറ്റു എന്നുള്ളതാണ്. 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ റോ കട്ട് കോളം കട്ട് 2 ഇൻറ്റു 3 6 മൈനസ് 3 ഇൻറ്റു മൈനസ് എം മൈനസ് 3 എം പ്ലസ് 1 ഇൻറ്റു 1 ആയതുകൊണ്ട് എഴുതണ്ട. റോ കട്ട് കോളം കട്ട് 2 5 10 മൈനസ് 3 ഇൻറ്റു 3 9 എന്ന് വരും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 9 പ്ലസ് 5 എം റെഡി. മൈനസും പ്ലസ് കൂടി മൈനസ് ആവും. ഇത് പ്ലസ് 3 എം ആവും. മൈനസും പ്ലസ് 3 എം കൂടി മൈനസ് 3 എം ആവും. ഇവിടെ നിങ്ങൾക്ക് 1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നോക്ക്, 9 മൈനസ് 6 3 3 പ്ലസ് 1 4 5 മൈനസ് 3 എം എന്ന് പറഞ്ഞാൽ 2 എം. അപ്പോൾ 4 പ്ലസ് 2 എം ഈസ് ഈക്വൽ ടു 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് പോകും. അപ്പോൾ 2 എം ഈക്വൽ ടു മൈനസ് 4 എം ഈസ് ഈക്വൽ ടു മൈനസ് 4/2 എന്ന് വരും. മൈനസ് 4/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി -2. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -2 ആകുന്ന സമയത്ത് സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകില്ല. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഡിറ്റർമിനന്റ് കാണുന്ന മെത്തേഡാണ് പ്രോപ്പറായിട്ട് ഞാൻ ഇവിടെ ചെയ്തത്. മനസ്സിലാക്കി വെക്കുക. ഈസിയാണ് ഇതൊക്കെ. നിങ്ങൾ ഐഡിയകൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. റെഡി. ആൻഡ് ഇതാ അടുത്തൊരു ചോദ്യം നോക്ക്. ദിസ് ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകാൻ ചാൻസ് കുറവാണ്. അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റയുടെ ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പോൾ നമ്മൾ അഡ്ജോയിന്റെ കാണും, എന്നിട്ട് അതിൻ്റെ അഡ്ജോയിന്റ് കാണും, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് കാണും. എത്ര സമയം, അതൊന്നും വേണ്ട. നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡിറ്റർമിനന്റ് റേസ് ടു n-1. ഓക്കെ, അപ്പോൾ അതാ നോക്ക്, എന്തിൻ്റെ അഡ്ജോയിന്റ് ആണോ അതിൻ്റെ എന്തിൻ്റെ അഡ്ജോയിന്റ് ആണോ അതിൻ്റെ ഡിറ്റർമിനന്റിന്റെ പവറിൽ n-1 വന്നാൽ മതി. എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് എഴുതുകയാണെങ്കിലും നോക്ക്, ഇത് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ വരിക? എന്തിൻ്റെ അഡ്ജോയിന്റ് ആണോ അതിൻ്റെ ഡിറ്റർമിനന്റിന്റെ പവറിൽ n-1. ഇവിടെ എന്തിൻ്റെ അഡ്ജോയിന്റാ? അഡ്ജോയിന്റയുടെ അഡ്ജോയിന്റാ. അപ്പോൾ അഡ്ജോയിന്റയുടെ ഡിറ്റർമിനന്റ് ശരിയല്ലേ? ഇവിടെ എ ആണ്, ഇവിടെ ഡിറ്റർമിനന്റ്. അഡ്ജോയിന്റ് ഓഫ് എ ആണ്, ഡിറ്റർമിനന്റ് റൈസ് ടു n-1. അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് ആണ്, എക്ക് പകരം വന്നത് അഡ്ജോയിന്റ്. അപ്പോൾ ആ അഡ്ജോയിന്റയുടെ ഡിറ്റർമിനന്റ് ആൻഡ് അതിന്റെ പവറിൽ n-1 വരും. റെഡി. ആൻഡ് നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് റൈസ് ടു n-1. അപ്പോൾ ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ഓൾ റൈസ് ടു n-1 കണ്ടോ. ഇനി നമ്മൾ എ റൈസ് ടു എം ഓൾ റൈസ് ടു n ആണ്, എ റൈസ് ടു എം എൻ അല്ലേ. അപ്പോൾ ഡിറ്റർമിനന്റ് റൈസ് ടു mn n-1 ഇൻറ്റു n-1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ റിലേഷൻ ആയിട്ട് തന്നെ പഠിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ഹോൾ സ്ക്വയർ. പുതിയൊരു കാര്യം പഠിച്ചല്ലോ. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെച്ചോ. ഇങ്ങനത്തെ റിലേഷനൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ചോദ്യം നോക്ക്, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്നാണ് ചോദ്യം. ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്ത് മെട്രിക്സ് ആണെന്നറിയോ? നോക്ക് നിങ്ങൾ, ഇതാ മുകളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്തു, മെയിൻ ഡയഗണലിന്റെ താഴെയുള്ളതെല്ലാം 0 ആണ്. ദിസ് ഈസ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. എന്താണ്? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ വളരെ സിമ്പിളാണ്. ഈ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു -2 അതായത് -4 ആണ് ആൻസർ. ഡിറ്റർമിനന്റ് ഈസി ആയിട്ട് കണ്ടെത്തിയത് കണ്ടോ. ഇതാണ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചാലുള്ള ഉപകാരം. ഇനി നോക്ക്, ചോദ്യത്തിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ അല്ലേ. n ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക 3 ആണ്, കാരണം ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനന്റയുടെ വാല്യൂ -4 പവറിൽ n-1 എന്ന് പറഞ്ഞാൽ n എത്ര 3, അപ്പോൾ 3-1 ആൻഡ് അതിന്റെ സ്ക്വയർ 3-1 2 ആ, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ -4 റൈസ് ടു 4 വരും. -4 റൈസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നെഗറ്റീവ് നമ്പറിന്റെ പവറിലും ഈവൻ നമ്പർ ആണ് വരുന്നെങ്കിൽ ആൻസർ എന്തായാലും ഈവൻ ആയിരിക്കും. അപ്പോൾ 4/4 നോക്കിയാൽ മതി. 4/4 എന്ന് പറഞ്ഞാൽ 2/8 2/8 എന്ന് പറയുമ്പോൾ 256. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 256 ആയിരിക്കും. ഇതാണ് ആൻസർ. മൈനസ് ചാടിക്കറി ഇടരുത് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് അറിയാമെങ്കിൽ പെട്ടെന്ന് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. സിമ്പിൾ. അതിൻ്റെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇഫ് എ ഇസ് സിംഗുലാർ. എ എന്ന് പറയുന്ന മെട്രിക്സ് സിംഗുലാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. എ ഇസ് നോൺ സിംഗുലാർ. എ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലാർ ആണെങ്കിൽ നോക്കണേ, എ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നോൺ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് സിംഗുലാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗുലാർ ആണ് എന്ത് സിമ്പിളാ, ഈ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0. 1 into 8 മൈനസ് 1 into 4 ലാംഡ മൈനസ് 4 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 8 + 4 ലാംഡ 0 ആണെങ്കിൽ ഇതാ നോക്ക്, 4 ലാംഡ ഈക്വൽ ടു -8 എന്നും ലാംഡ ഈക്വൽ ടു -8/4 -2 എന്നും കിട്ടും അല്ലേ. -2 ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് വൺ. ഈസി. കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക, ഐഡിയകൾ മനസ്സിലാക്കി വെക്കുക, ചോദ്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു പ്രോപ്പർട്ടി വെച്ച് ചെയ്യേണ്ടതാ. a⁵ ഒക്കെ ചാടിക്കേറി കണ്ടിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തണോ? വേണ്ട. ഡിറ്റർമിനന്റ് ഓഫ് a⁻any നമ്പർ ഞാൻ n എന്ന് കൊടുക്കുക. അത് കണ്ടെത്തണമെങ്കിൽ ഡിറ്റർമിനന്റെ കണ്ടെത്തിയിട്ട് അതിന്റെ പവറിൽ ആ n കൊടുത്താൽ മതി. n ക്യാൻ ബി എനി നമ്പർ കേട്ടോ, n ക്യാൻ ബി എനി നമ്പർ. ഓക്കെ, എന്നിന് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. റെഡി? അപ്പൊ നിങ്ങൾ നോക്ക്, എനി നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വാല്യൂസ് ആണ്. എനി ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ് തന്നെ നിങ്ങൾ a⁻−1 ഒന്നും കൊണ്ടുപോയി എടുക്കണ്ട. എനി പോസിറ്റീവ് ഇൻഡിജർ എന്ന് എഴുതാം. ഇപ്പൊ എനി നമ്പർ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവും. നമ്മൾ സാധാരണ പവറിൽ പോസിറ്റീവ് എടുക്കുന്ന സമയത്ത് ഇത് വരാറുള്ളൂ. അതായത് എനി നാച്ചുറൽ നമ്പർ അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. എനി നാച്ചുറൽ നമ്പർ. ഓക്കെ, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ വരികയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് പ്രോപ്പർട്ടി. അപ്പൊ നോക്ക്, ഡിറ്റർമിനന്റ് ഓഫ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ട് ഡിറ്റർമിനന്റ് ഓഫ് a⁵5 എന്നാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a⁵5ഉം ഡിറ്റർമിനന്റ് a⁵5 ആണെന്നതൊക്കെ സെയിമാ. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്താ വരിക എന്നറിയോ? -1 ഇൻറ്റു നമുക്ക് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ -1 ഇൻറ്റു -7 7 -3 ഇൻറ്റു 3 9. അപ്പൊ ആൻസർ വിൽ ബി -2. അപ്പൊ നോക്ക്, ഡിറ്റർമിനന്റ് -2 ആണെങ്കിൽ -2⁵5 കണ്ടെത്തിയാൽ മതി. 2⁵5 32 ആ. പക്ഷെ നെഗറ്റീവ് നമ്പറിന്റെ പവറിലാണ് ഓട് വരുന്നതെങ്കിൽ ആൻസറിൽ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ -32 വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് വൺ. ഐഡിയ കിട്ടിയോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിറ്റർമിനൻസിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതിലും കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വെറൈറ്റി ചോദ്യങ്ങളും നമുക്ക് നമ്മുടെ ആപ്പിൽ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ കീം ക്രാഷിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കീം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൂടുതൽ ട്രിക്സുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കീമിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് മാക്സിമം സ്കോർ കിട്ടുകയുള്ളൂ. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. അപ്പോൾ കാണാം. ബൈ.